എല്ലാവരും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു ഗ്രാജുവേഷൻ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കൊളീഗ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഇന്ന് ഗ്രാജുവേറ്റ് ആവുകയാണ്. R2-ന്റെ ഗ്രാജുവേഷൻ എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ്. എൻ്റെ ഫ്രണ്ടാണ് അനന്ത്. ഹലോ ഗായ്സ്. അത് എന്നേക്കാൾ പ്രൊഫഷണലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഫുൾ ബ്ലോക്കാണ്. നമുക്ക് 4 മണിക്ക് എത്തേണ്ടായിരുന്നു. ടോട്ടലി നമ്മൾ ലേറ്റ് ആണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചത്. ഓൾറെഡി മഴയും കൂടിയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മൊത്തം ബ്ലോക്കും ആണ്, മഴയും ആണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ പെട്ട് കിടക്കുക അവിടെ. അപ്പൊ അവിടെ ചെന്നിട്ട് ഇനി അവിടുത്തെ എനിക്കറിയാൻ പാടില്ല, ചിലപ്പോൾ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഇതാട്ടോ നമ്മുടെ കോളേജിലോട്ട് പോണ വഴിയാ. നല്ല മഴയും, ഇതൊരു ബ്രിഡ്ജാ. നല്ല രസാ. ഇവിടെ നോർമലി സമ്മർ ആവുമ്പോഴാണ് നല്ല ഭംഗി. ഇപ്പൊ മഴ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ കോളേജ് RT. ഇത്ര നേരം ബ്ലോക്കിലൊക്കെ കിടന്ന് എന്താണേലും നന്നായി. അവിടെ പരിപാടി തുടങ്ങി. നമ്മൾ ഓൺ ടൈമാ, പക്ഷെ നമ്മൾ പോകുന്ന ഫ്രണ്ട്സിന് കൊടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ ആദ്യം നമുക്ക് കുറെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവരുടെ കുറച്ച് പണ്ടൊക്കെ കോളേജിൽ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മടിയായിരുന്നു ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകണം. ഞാൻ ഏറ്റവും വൈകി പോകാൻ പറ്റുന്ന സമയത്ത് പോകും. എന്തേലും ഫെയർവെല്ലൊക്കെ വരുവാണെങ്കിൽ ആദ്യം ഇവരുടെ ഈ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് പ്രസംഗമൊക്കെ തുടങ്ങി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഞാൻ പരിപാടിക്കൊക്കെ പോകുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ആയത് പോയി നന്നായി. എനിക്കിനി കേൾക്കണ്ട. അതുകൊണ്ട് നേരെ ചെല്ലുക, ഗ്രാജുവേഷൻ പരിപാടി അറ്റൻഡ് ചെയ്യുക, പോരാ. പിന്നെ പാർട്ടി ഉണ്ട് കേട്ടോ. ഇന്ന് DJ പാർട്ടി ഉണ്ടല്ലേ? 7 മണിക്ക് ശേഷം DJ പാർട്ടി ഉണ്ട്. ബട്ട് എനിക്കറിയാൻ പാടില്ല ഇവിടുത്തെ പാർട്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഗ്രാജുവേഷനും ഇതുപോലെ കോളേജിന്റെ പാർട്ടിയും അറ്റൻഡ് ചെയ്യുന്നത്. കോളേജിൽ നമുക്കൊരു ഹോളിൽ വെച്ചിട്ടാട്ടോ പരിപാടി നടക്കുന്നത്. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്, എത്തി നമ്മൾ കോളേജിൽ. ഏതായാലും ഒന്നും വാങ്ങാൻ പറ്റില്ല, തിരക്കായിരുന്നു. എനിക്ക് രാവിലെ ഒരു 11 മണി വരെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി പോകുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് പോകണം. ഞാൻ ഓർത്ത് ഇവരെ ഇനി ഓഫീസിൽ കാണും, ഫ്രണ്ട്സിനെ ആണെങ്കിലും നോർമലായിട്ട് നേരിട്ട് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാമെന്ന് ഓർക്കുന്നു. സോ സമയം കിട്ടിയില്ല, അതാണ് പറ്റിപ്പോയത്. ഒട്ടും ടൈമില്ലാത്ത ടൈമിലാണ് കുളിച്ച് റെഡി ആയി പോയത്. എനിക്ക് ഫോണിൽ എന്തോരം മിസ് കോൾ നടപ്പുണ്ടെന്ന് അറിയാം. ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനാണെങ്കിൽ ഉറക്കത്തിലായിരുന്നു. രാവിലെ 11 മണിക്ക് വന്ന് ഷിഫ്റ്റ് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പം 4:30-5 മണിയായപ്പം എനിക്കേണ്ടി വന്നു. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും കാണുമ്പം എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കാമെന്ന് ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ കോളേജിലെത്തി. ഇതൊക്കെ കോളേജിന്റെ ഓരോരോ പാർട്ടാട്ടോ. എന്ത് ബിൽഡിംഗ് ആണെന്ന് ചോദിക്കരുത്. കാര്യം ഇവിടുത്തെ പകുതി ബിൽഡിങ്ങും എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഈ വീടൊക്കെ എന്തിനാണ് കോളേജിന്റെ അകത്തോണ്ട് വെച്ചേക്കണേന്ന് അറിയത്തില്ല. അപ്പുറ സൈഡാണ് എക്സാക്ട്ലി കോളേജ്. ഇതൊക്കെ ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഉള്ള ബിൽഡിംഗ്. നമ്മൾ കോളേജിലെത്തി. പാർക്കിംഗ് ശോകമായിരിക്കും, ബിക്കോസ് ഇന്ന് ഭയങ്കര തിരക്കാണ്. അല്ലെ തന്നെ കോളേജിലോട്ടാണെന്ന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത്. മുട്ടം ബ്ലോക്കാണ്. അവിടെ വണ്ടി കൊണ്ടിടാൻ സ്ഥലമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബോൾട്ടിനെ ആശ്രയിക്കുന്നത്. അതാകുമ്പോൾ അവർ കൊണ്ടുവന്ന് നമ്മൾ ഇറക്കിയിട്ട് പൊക്കും. ഇതാകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം, സ്ഥലം കണ്ടുപിടിക്കണം. ചിലടത്ത് നമുക്ക് പേ ആൻഡ് പാർക്ക് ആയിരിക്കും. അപ്പോൾ പേ ചെയ്തിട്ട് വേണം പാർക്ക് ചെയ്യാൻ. അതാണെങ്കിൽ നമുക്ക് വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. പേ ആൻഡ് പാർക്കിനൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത്? 250 രൂപ പെർ അവർ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അല്ലേ? അപ്പം ഒരു 3, 4, 5, 6 മണിക്കൂറുണ്ട്. ഒരു 1200-1500 രൂപയുടെ അടുത്തൊക്കെ പോകും. അതിലും ഭേദം ബോൾട്ട് വിളിച്ചു വരിക. ബോൾട്ടിന് എത്രയാവും? അത് ഡിപ്പെൻസ് ആണ്. ഒരു 9-10 രൂപ ആയിരിക്കും. നമുക്ക് വണ്ടിയുള്ളതുകൊണ്ട് നമ്മൾ നോക്കാറില്ലല്ലോ. അതെ, നമ്മൾ വണ്ടി ഇല്ലാത്ത ആൾക്കാരാണ് ബോൾട്ട് ഒക്കെ നോക്കാറ്. ഇവർ വണ്ടി ഉള്ളതുകൊണ്ട് അതിന്റെ അഹങ്കാരമാണ് അവര്. പട്ടി നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നോക്ക്, ഇത് കാടല്ലേ? ഇവിടെ ആക്ച്വലി ഇതൊരു എയർ പ്യൂരിഫയറാ. എയർ പെർഫ്യൂം. കാർ ഫ്രഷ്നർ. ഞാനും പൊട്ടെ, ഇവനും പൊട്ടെ. ഓക്കെ, ഇത് കാർ ഫ്രഷ്നർ ആട്ടോ. പക്ഷെ അതെ, ഇത് ഞാൻ ഇതിന്റെ അകത്തോട്ട് കയറിയപ്പോ ഞാൻ സ്മെല്ല് ഫീൽ ചെയ്തു. ബട്ട് എന്താ സംഭവം, മറ്റേ നമ്മുടെ നോർമൽ ടിപ്പിക്കൽ കാർ ഫ്രഷ്നർ കണ്ടില്ല. അപ്പൊ ഞാൻ ഓർത്തിട്ട് എവിടെ നിന്നാ ഈ സ്മെല്ല് വരുന്നേന്ന്. ഇതാട്ടോ സംഭവം. ലിറ്റിൽ ജോയ്. ഇവിടെ സ്മൈൽ ഇൻ ദ എയർ. പക്ഷെ ഇതിന്റെ തൊട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ കഴിക്കും. നിങ്ങൾ 5 മണിക്ക് ഇവിടെ പരിപാടിക്ക് വന്നാട്ടോ. ഇപ്പൊ സമയം 6 മണിയായി. ഞങ്ങൾ ഈ കാറും കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതല്ലാണ്ട് ഒരിടത്ത് ഞങ്ങൾ കൊണ്ടുപോയി പാർക്ക് കിട്ടുന്നില്ല. അവിടെ ഞങ്ങൾ പോയിട്ട് അവിടെ പേ ആൻഡ് പാർക്കാണ്. ഞങ്ങൾ അത്രയും ക്യൂ നിന്ന് ബാക്കിൽ നിന്ന് പോയി അവിടെ ചെന്നപ്പോ പേ ആൻഡ് പാർക്ക്.
ശുഭം. പൈസ കൊടുക്കാനാണെങ്കിലും സ്ഥലമില്ല. അവിടെ സ്പേസ് ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ തൊട്ടടുത്തുള്ള വഴിയ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചു തരുത്തുന്നുണ്ട്. അല്ലെ തന്നെ അവിടെ തിരക്കാ, ഇനി ആൾക്കാരെ കൂട്ടാതെ. അപ്പം ഇപ്പൊ നമ്മൾ അടുത്തുള്ള ഒരു മോളിന്റെ അടുത്ത്, നമ്മുടെ കോളേജിന്റെ തൊട്ടടുത്തൊരു മോളുണ്ട്, ഒളിമ്പിയ മോൾ. ആ മോളില് പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇട്ടിട്ട് വരാമെന്നാണ് ഓർക്കുന്നത്. കൊണ്ടുപോയിട്ടിട്ട് ഇനിയെങ്കിലും ഇനി നടന്നു പോകണം. ഇവിടുന്ന് അവിടം വരെ ഏകദേശം 1.5 കിലോമീറ്റർ. ഈ കോളേജ് ഭയങ്കര വലുതാ. അപ്പൊ ഈ ക്യാമ്പസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബിൽഡിംഗ് അടുത്ത ബിൽഡിങ്ങിലോട്ട് പോകുന്നത് പറഞ്ഞാൽ ഭയങ്കര പാടാ. ഇവിടെയും ഫുള്ള് ബ്ലോക്ക്. എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യും. ഇവിടെ ഇപ്പൊ മഴയും കൂടെ ആയതുകൊണ്ട് എല്ലാരും കാറും കൊണ്ടാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ കൂടുതലും കാറാണ്, ബട്ട് മഴയായപ്പം എല്ലാരും കാറുമായിട്ടാണ് വന്നത്. ബസ്സിൽ വന്നവർ വരെ കാറിലാണ് വന്നേക്കുന്നത്. ക്ലൈമറ്റ് തീരെ ശരിയല്ല ഗൈസ്. നമ്മൾ പാർക്കിംഗ് അവസാനം കണ്ടുപിടിച്ചു, മോളിന്റെ പാർക്കിംഗ്. നമ്മൾ പാർക്കൊക്കെ ചെയ്തു, കഷ്ടപ്പെട്ട് എവിടേക്കോ പാർക്കിംഗ് കിട്ടി, നമ്മൾ പാർക്കൊക്കെ ചെയ്തു. ഇനി നമ്മൾ അവരെ കാണാൻ പോവാണ് ഗൈസ്, ഫൈനലി. വേറൊന്നല്ല, ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി എങ്ങനെ പോയി കാണുമെന്ന് ഓർത്തിട്ടാ. ഗ്രാജുവേഷന് പോകുമ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകണമല്ലോ, അതും ചെയ്തിട്ടില്ല. സന്തോഷം. പുറത്ത് നല്ല മഴയും. ആഹാ, ഇന്ന് ഭയങ്കര ഐശ്വര്യാട്ടോ, നല്ല കിടിലൻ ദിവസം. ഒരു ലോഡ് ആൾക്കാരൊക്കെയാണ് നമ്മള് ഗ്രാജുവേഷനോട്. ഇവരൊക്കെ വഴിന്ന് കിട്ടിയതാണ് കേട്ടോ. പോണ പറ്റി ഇത്രയും പേരുണ്ട്. ഇവരൊക്കെ നമുക്ക് വഴിന്ന് കിട്ടിയതാണ്. ഇവരൊക്കെ ഗ്രാജുവേഷൻ വന്നതാണ്. മീൻസ് ഫ്രണ്ട്സിന് ഗ്രാജുവേഷൻ ഉണ്ടായിട്ട് കാണാൻ പോകും. ഗൈസ്, ഒരുത്തരുണ്ടല്ലോ സമീന്ദ്രയുടെ വ്ളോഗിന് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്പ്രേ അടിക്കുന്നു വ്ളോഗിൽ വരാൻ വേണ്ടിട്ട്. ഇവൻ ഒന്ന് ആലോചിച്ചോക്കെ, സമീന്ദ്രയുടെ വ്ളോഗിൽ വരുന്ന, അതുകൊണ്ട് ഞാൻ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോവാം. നന്നായിട്ടൊന്ന് ഡ്രസ് ചെയ്ത് വന്നൂടായിരുന്നു നിനക്ക്? കുഴപ്പമൊന്നുമില്ല, കിട്ടില്ലേ. വണ്ടിയൊക്കെ നെഞ്ചത്ത് കയറും. ഗൈസ്, ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നല്ല ഭാഗ്യത്തിന് ഇവിടെ എല്ലാവരും സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ പോവാണ്. നോക്ക്, എല്ലാവരും വീട്ടിൽ പോവാ. കുറേ പേരും വീട്ടിൽ പോവാ. നമ്മളെത്തിയപ്പോഴേക്കും പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നമുക്ക് പോയി അകത്ത് എന്താ പരിപാടി നോക്കാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് പിന്നെ സമയത്തിന് എത്താൻ പറ്റിയില്ല, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് പോയി കാണാം. ഞാൻ ഇവിടുത്തെ യൂണിഫോം കാണിച്ചോട്ടെ. ഇവരുടെ ഗ്രാജുവേഷൻ ഇത് മാസ്റ്റേഴ്സിൻ്റെ ഡ്രസ്സും ഈ മഞ്ഞ കളർ ബാച്ചിലേഴ്സിൻ്റെ ഡ്രസ്സും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ബാക്കിയുള്ളതൊക്കെ കണ്ടറിയാം. ഇതാണ് പരിപാടി നടക്കുന്ന ഹോൾ. ഒരു പള്ളി പെരുന്നാളിലുള്ള ആൾക്കാരുണ്ട്. ഇതിലെവിടെ ഞാൻ അവരെ കണ്ടുപിടിക്കുന്ന ഒരു പിടുത്തമില്ല.
ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ്. ഈ ഫുൾ ബാച്ചിന്റെ ഗ്രൂപ്പ് ഫോട്ടോ, ഗ്രൂപ്പ് വീഡിയോ. ലൈറ്റൊക്കെ കിട്ടുന്നിടത്ത് പോയി. ആരുണ്ടെന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു സാധനം കിട്ടും, ഈ ഒരു തൊപ്പ് കിട്ടും, പിന്നെ കുറച്ച് പൂക്കൾ കിട്ടും, പിന്നെ ഇതുപോലെ ഡ്രസ്സും കിട്ടും. ആഫ്റ്റർ പാർട്ടി ഉണ്ട്, അതിന് പോവാ. പക്ഷെ അവരെ കണ്ടുപിടിക്കട്ടെ. അവരെ കണ്ടുപിടിച്ച് എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. പോവുകയാണെങ്കിൽ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ അപ്പം കാണാം. അപ്പൊ എല്ലാരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതാണ് ഉദ്ദേശിച്ചത്. പട്ടിണി കിടന്ന മാർക്കനം കാണാം. ഇവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവരൊക്കെ പോയിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. വെയിറ്റ്. അപ്പം നമ്മൾ ആഫ്റ്റർ പാർട്ടി ഡിന്നറിന് പോവാം. ഇത് വൈകുന്നേരം കിട്ടിയതാണ്, നിങ്ങളാരും മൈൻഡ് ആക്കണ്ട, ഇത് കൂടെ ഉണ്ടാവും. നമ്മളിനി ആഫ്റ്റർ പാർട്ടിക്ക് പോകണം, അഥവാ ഡിന്നർ. ഒരു ഫ്രണ്ട് ഗ്രാജുവേറ്റ് ആയതിൻ്റെ പാർട്ടി ഡിന്നർ ഉണ്ട്, അതിന് പോവാം. പിന്നെ ഇവിടെ നൈറ്റ് പാർട്ടി ഉണ്ട്, ലൈക്ക് കോളേജിൽ DJ പാർട്ടി ഉണ്ട്. ഇവിടെ അതിന് നിൽക്കാൻ പറ്റുമെന്ന് തോന്നാനുള്ള ഒന്നാമത്തെ കാര്യം, നമുക്ക് ക്ലൈമറ്റ് പറ്റില്ല, മഴയാണ്, ഫുള്ള് മഴയാണ്, നല്ല തണുപ്പുണ്ട്. അത് ലേറ്റ് നൈറ്റാണ് ആ പാർട്ടി. അപ്പോൾ ഞാൻ ഓർത്തു ഡിന്നർ കഴിച്ച് നേരെ വീട്ടിൽ പോകണം. നമ്മുടെ കോളേജ് ആട്ടോ ഡിന്നർ കഴിച്ച്. ഇതൊക്കെ കോളേജ് ബിൽഡിങ്ങാണ്. ഇത് ഫുൾ ബിൽഡിങ്ങാണ്. ഇവിടെ തൊട്ട് ഏക്കർ കണക്കിന് ഫുള്ള് കോളേജസിൻ്റെ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് നടക്കാൻ കുറേ ഉണ്ട്, അതാണ് ടാസ്ക്. അപ്പം ഇനി നമ്മൾ നേരെ പോയി പാർട്ടി ഫുഡ് കഴിക്കാം. അതെ, ഈ ഞാൻ വെച്ചിരിക്കുന്ന റിപ്പട്ടി ഫുഡ് ഉള്ള പോലെ എപ്പോഴും ഉണ്ടാവും. എന്താ നമ്മളിതേ ഇതൊക്കെ ബിൽഡിങ്, ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കുന്നു, വീട്ടിൽ പോകുന്നതാണ് പ്ലാൻ. ഇഫ് ഇൻ കേസ് നമുക്കൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ പാർട്ടിക്ക് നൈറ്റ് വരും. ബട്ട് എനിക്ക് തോന്നുന്നില്ല പറ്റുന്നു. ഇപ്പോൾ ഓൾറെഡി ടൈം ഇവിടെ 8 മണിയായി. ഓൾറെഡി 8 മണിയായി. ഇതാണ് ഇവിടുത്തെ 8 മണി സ്കൈ. ഇപ്പോൾ സമ്മറാണല്ലോ, അപ്പോൾ ലോങ് ഡേ ആണ്. അത്രേ ഉള്ളൂ. ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നുണ്ട്. ഓൾറെഡി റിസർവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസും അപ്പം കാണിക്കും. ഓക്കെ, ബൈ. ഇതൊക്കെ നമ്മുടെ കോമ്പൗണ്ട്, പട്ടിയുടെ കടിയിപ്പോൾ കിട്ടിയേ. ഇതൊക്കെ നമ്മുടെ കോളേജ് കോമ്പൗണ്ടാട്ടോ. ഇത് ഫുള്ള് കോമ്പൗണ്ടാണ്. ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ എനിക്ക് തോന്നണേ എൻട്രി ഫീസ് എന്തോ ഉണ്ട്. എൻട്രി ഫീസ് കൊടുത്താൽ നമുക്ക് പൂള് യൂസ് ചെയ്യാം. പിന്നെ ചില ദിവസങ്ങളിൽ ഫ്രീ ആണ്. ചില പരിപാടികളൊക്കെ നടത്തും ഇവർ. ലൈക്ക് സ്വിമ്മിങ് ക്ലാസ്സൊക്കെ കോളേജായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രൻസ് ഒക്കെ കിട്ടും. അതൊക്കെ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻ വഴി നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടും. ലൈക്ക് ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയട്ടെ, ആർടിവിൻ്റെ. ഇവിടെ ആർടിവിന് എന്തെങ്കിലും പാർട്ടി നടത്തണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ക്ലബ്ബുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ പാർട്ടി നടത്തും. ലാസ്റ്റ്
ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റാഞ്ഞൊരു പാർട്ടി വാലന്റൈൻസ് ഡേക്ക് യൂണിവേഴ്സിറ്റി നടത്തിയ പാർട്ടി. അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീം ഉണ്ടായിരുന്നു. ട്രാഫിക് ലൈറ്റിൻ്റെ തീമായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ റെഡി ടു മിങ്കിൾ ആണെങ്കിൽ ഗ്രീൻ, ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ റെഡ് കളറ്, പിന്നെ ഓക്കെ ആണ് ബട്ട് താല്പര്യമില്ല, ഒരു 50-50 ചാൻസസ് ആണ് എങ്കിലൊരു ഓറഞ്ച് കളർ ഡ്രസ് കോഡ്, അങ്ങനെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അതാണ് ട്രാഫിക് ലൈറ്റ് പാർട്ടിക്ക് പേര് വരാൻ കാര്യം. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നാട്ടിലൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഒരു പരിപാടി നടന്നാൽ ആണും പെണ്ണും അടുക്കി നിന്നാൽ തന്നെ പ്രശ്നം. എല്ലാം പോയിട്ട് ഒന്ന് മിണ്ടിയ പ്രശ്നം, ഒന്ന് നോക്കിയ പ്രശ്നം. ആ സമയത്ത് ഇതുപോലെ പുറത്തുള്ള കോളേജസിലൊക്കെ അവർ പാർട്ടി നടത്തി ഇങ്ങനെ കമ്മിറ്റഡ് ആക്കാൻ നോക്കുന്നു. ഓക്കെ, അതും വാലന്റൈൻസ് ഡേക്ക് പാർട്ടി കോളേജായിട്ട് നമുക്ക് പാർട്ടി ഹോസ്റ്റ് ചെയ്ത് തരുമ്പം ആ ഒരു ഡിഫറൻസ് നോക്കണേ. അതാണ് ബാക്കിയുള്ള കൺട്രീസൊക്കെ കുറേ ഡെവലപ്ഡ് ആയി, നാട്ടിലും സെക്സ് എഡ്യൂക്കേഷനൊക്കെ കുറേയും കിട്ടാനുണ്ട് ഇനിയും. അത് വലിയൊരു ഡിഫറൻസാണ്. അതൊക്കെ എന്നാണോ ഇനി ഇന്ത്യയിലൊക്കെ വരാൻ പോകുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് വരട്ടെ എന്നൊരൊറ്റ ആഗ്രഹമുള്ളൂ. നമ്മൾ ഏതായാലും ഫുഡ് കഴിക്കാൻ പോവാം. കുറേ നടക്കാണ്ട്, ഞാൻ പറയില്ല, ക്യാമ്പസ് കുറച്ച് വലുതാണ്. അപ്പോൾ എനിക്കറിയാൻ പാടില്ല സൗണ്ട് വരെ കിട്ടണ്ടോന്ന്, ഔട്ട് സൈഡ് ആയതുകൊണ്ട് കാർക്കേൻ്റെ നോയ്സ് ഉണ്ട്. ഏതായാലും വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യുമ്പോഴാണേലും ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടാണേലും വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാണാം. ഓൾറെഡി ഫോണിലെ ചാർജൊക്കെ തീർന്നു. അപ്പോൾ ബൈ. അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് റിഗയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് നോക്കുക. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാ. ഇതിപ്പോൾ ഓൾഡ് ടൗണിലാട്ടോ ഞങ്ങളുള്ളത്. ഇവിടെ എല്ലാ യൂറോപ്യൻ കൺട്രീസിലും സെൻറ്റർ പോർഷൻ ഓൾഡ് ടൗൺ ആയിരിക്കും. ഇപ്പോൾ ഇസ്റ്റോണിയയിലും ഉണ്ട് ഒരു ഓൾഡ് ടൗൺ, ഇവിടെ റിഗയിൽ ഓൾഡ് ടൗൺ ഉണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഓൾഡ് ടൗൺ ഉണ്ട്. ബിക്കോസ് പണ്ട് കാലത്ത് ടൗൺ ആയിരുന്നൊരു സ്ഥലം അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തേക്കാം. ഇവിടുത്തെ ബിൽഡിംഗ് ഒന്നും പൊളിക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. ഇതൊക്കെ അവിടുത്തെ ബിൽഡിങ്ങാണ്. ബിൽഡിംഗ് ഒന്നും നമുക്ക് പൊളിക്കാനുള്ള അധികാരമൊന്നുമില്ല. അതേ സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ കുറേ ചർച്ചസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളത് ഓൾഡ് റിഗയില അഥവാ ഓൾഡ് ടൗണിലാണ്. കാണിച്ചു തരാമേ. ഇതൊക്കെ എന്തോ ബിൽഡിങ്ങാ. ഇവിടെ അധികം വണ്ടികളൊന്നും കയറാൻ പാടില്ല. അത് കണ്ടു, പോലീസ് വണ്ടിയൊക്കെ ഓൾ ടൈം ഇവിടെ പെട്രോളിംഗ് ഒക്കെ നടത്താറുണ്ട്. ഇവിടുത്തെ ചെടികളാണ് ഒരു രക്ഷയില്ലാത്ത. എല്ലായിടത്തും ഇതുപോലെ ഓരോ ചെടികളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഓൾഡ് ടൗൺ കാഴ്ചകൾ. ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു ഏസ്തറ്റിക് ഫീല് നോക്കണേ. ദേ ഒരു പള്ളി കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു പള്ളി കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ലൈക്ക് ആ ഒരു ഓൾഡ് ചർച്ചിൻ്റെ ആ ഒരു എസ്തറ്റിക് വൈബൊക്കെ കളയാണ്ട് തന്നെ ആ പള്ളി അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ വന്ന വഴി. പോലീസ് വണ്ടിയാണ്. അങ്ങോട്ടും കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ഓൾഡ് റിഗയിലോട്ട് ഒരു ദിവസം ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി തന്നെ, ഇവിടെ കണ്ട് ഇരിക്കാൻ വേണ്ടി കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികളും ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു ദിവസം അതിനു വേണ്ടി തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് അടുത്തൊരു പള്ളിയാട്ടോ. എന്താ ഒരു ഭംഗി! ഇനി നോക്കി നിൽക്കാൻ തോന്നും അല്ലേ? ഞാനൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ കണ്ണെടുക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ എത്ര നേരം വേണം എന്നെ കൊണ്ടൊക്കെ പറ്റും. ഇവിടെ ഫുള്ളും ഈ സ്ഥലം മുഴുവൻ ഇപ്പോൾ ഓരോ കവേസും അതുപോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് അവരാണിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഈ ഓൾഡ് റിഗയുടെ ഒരു സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഒരു ഹോട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും ഇവർ നടത്തുന്നത്. ഇതാണ് കേട്ടോ സെൻറ്റർ പോർഷൻ, ഒരു ഹേർട്ട് ഓഫ് ഓൾഡ് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മൾ ഏത് വഴി കൂടി വന്നാലും അവസാനം ഈ മിഡിൽ പോർഷനിൽ വരും. ഇതൊരു പള്ളിയാണേ. എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ നടക്കില്ലേ, ഇപ്പോൾ ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ലാറ്റ്വിയൻ ഏതെങ്കിലും ഗെയിംസിൻ്റെ ടീംസൊക്കെ മാച്ചസ് ഒക്കെ വരുമല്ലോ, ഇൻ്റർനാഷണൽ മാച്ചസ്. ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ നടന്ന ഞാൻ വന്ന് അറ്റൻഡ് ചെയ്തൊരു പരിപാടി എന്തായിരുന്നു, ഐ തിങ്ക് സ്കേറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. ഇൻ്റർ കൺട്രി ലൈക്ക് യൂറോപ്യൻ കൺട്രീസ് തമ്മിലുള്ള ഇൻ്റർ കോമ്പറ്റീഷൻ. അതിൻ്റെ വലിയ സ്ക്രീനൊക്കെ ആയിട്ട് ഇവിടെ കാണും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്കും അവിടെ സ്ക്രീനൊക്കെ ആയിട്ട് കാണും. ഞാനൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വന്ന് കാണുമ്പം എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റൊക്കെയാണ്. ഇസ്റ്റോണിയ പോയിട്ടുണ്ട് ഞാൻ. ഇസ്റ്റോണിയ പോയപ്പോഴും ഓൾഡ് റിഗ ഏകദേശം സെയിം ആണ്. ഓൾഡ് റിഗ അല്ല, ഓൾഡ് ടൗൺ. അവിടുത്തെ ഇസ്റ്റോണിയയിലെ ഓൾഡ് ടൗണും റിഗയിലെ ഓൾഡ് ടൗണും ഒരു 50% 70% സെയിമാണ്. ഹായ്, ഇവിടെ ലാറ്റ്വിയൻസിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങി കിട്ടും. ഇപ്പം വന്നവരാണേലും മെമ്മറിക്കൊക്കെ ഇവിടുന്ന് ഓരോന്നൊക്കെ കൊണ്ടുപോയില്ലേ. എനിക്കൊന്നും ഒരു ലേഡീസ് സെൻറ്റർ പോലത്തെ എന്തോ ബിൽഡിങ്ങാണ്. ഞാൻ ഇസ്റ്റോണിയയിലെ ഓൾഡ് ടൗണും പോയിട്ടുണ്ട്. ഞാൻ ആകെ ഇസ്റ്റോണിയ മാത്രമേ യൂറോപ്യൻ കൺട്രിയിൽ വേറെ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസം ജർമ്മനിയിൽ നിന്നിട്ടുണ്ട്. ബട്ട് വിസിറ്റ് ചെയ്യാൻ പോയിട്ടില്ല, അവിടെ സ്ഥലമൊന്നും പോയി കണ്ടില്ല. ഇവിടുത്തെ ഓൾഡ് ടൗണും ഇസ്റ്റോണിയയുടെ ഓൾഡ് ടൗണും ഏകദേശം സിമിലറാണ്. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റും ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. സെയിം ഏകദേശം. വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതുപോലെ തന്നെ ഒരു എസ്തറ്റിക് വൈബാണ് അവിടെ ഓൾഡ് ടൗൺ തരുന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി. Echo sunshine. No sunshine when she's gone. It's not warm when she's away. We do good what I would not do. Maybe do good and garlic bread. ഇത് 10 എണ്ണം എടുക്കുക. Don't get stressed. You have to know. We know each other. Yeah, as you, and we are just one community. So just talk of your heart. You gotta get out of your mind. ഞങ്ങളുണ്ടല്ലോ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡ് കഴിച്ചതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ തന്നെ കാണുമല്ലോ. ഓക്കെ, ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഞാൻ കുറച്ച് പേരെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അവിടെ വേറെ കുറച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞാൻ ഏതായാലും കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ലിഗോ ഫെസ്റ്റിവൽ ആയിരുന്നു ഈയിടെ. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഏതായാലും
ഞാൻ ലിഗോയ്ക്ക് പോകാൻ പറ്റില്ല, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലിഗോയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തോ ലിഗോ എന്താ നല്ലോണം ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, വീട്ടിൽ പോവാണ്. അപ്പോൾ ലിഗോയുടെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ മാറി കിട്ടി. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ ലിഗോ ആഘോഷിക്കാൻ. ഇത് ബാക്കിലൊക്കെ ഉള്ളത് പരിപാടിയുടെ സ്റ്റോൾസ് ഒക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. വേറെ കിട്ടില്ല സാധനം കാണിച്ചു തരാം. ഇത് ഫുള്ള് റോസാ പൂന്തോട്ടമാണ്, അതും ഇതുപോലത്തെ പൂക്കളും കുറേ ഉണ്ട്. നോക്ക്, ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ കുറേ ചെടികളുണ്ട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാ, കുറേ ചെടികളുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അവിടെയാണ് നമുക്ക് ട്രാം കിട്ടുക. ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ബസ് കിട്ടും. ഇത് ബസ് സ്റ്റോപ്പാട്ടോ കാണുന്നത്. ഇതാണ് ബസ് സ്റ്റോപ്പ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ട്രാമിലോ ബസ്സിലോ വിട്ടി പോവാം. നമുക്ക് ട്രാമിലും ഡയറക്റ്റ് വിടുന്ന ട്രാമുണ്ട്, ബസ്സും ഡയറക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഏത് വേണമെങ്കിലും പോകാം. ഏതായാലും ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ ലിഗോ ഫെസ്റ്റിവൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് അന്ന് വർക്ക് ഉണ്ടായി. അതുകൊണ്ട് അന്ന് എനിക്ക് അതിന് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഏതായാലും ഇന്ന് പരിപാടി അറ്റൻഡ് ചെയ്തപ്പോൾ മാറി. ഏതായാലും നമ്മൾ ഇനി ഇട്ടിട്ടാണ് പോവുക, വേറെ പരിപാടിയൊന്നുമില്ല. പാർട്ടിക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ലിഗോ കണ്ട സന്തോഷത്തിൽ ഞാൻ ഇനി പാർട്ടിക്ക് പോകണ്ട വെച്ച് ഇനി എന്തെങ്കിലും വേറൊരു പാർട്ടിക്ക് നമുക്ക് പോവാം. പാർട്ടിക്ക് പോകണം, എൻ്റെ ഒരു വ്ളോഗ് എടുക്കണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ബസ്സും ഉണ്ട് ട്രാമും ഉണ്ട്. ബസ്സിനാണെങ്കിലും ട്രാമിനാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ബസ്സും ട്രാമും ഉണ്ട്. ബിക്കോസ് ഞാൻ നിൽക്കുന്നത് സെൻറ്ററിൽ തന്നെയാണ്. സെൻറ്ററിൽ നിന്ന് ഒരു 5 to 10 minutes ഉള്ളൂ എൻ്റെ ബസ് സ്റ്റോപ്പിലോട്ട്. സോ നമുക്ക് ഇവിടെ നിന്നാൽ ട്രാമും വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ട്രാം, കണ്ടോ? ട്രാമും ഉണ്ട്, ബസ്സും ഉണ്ട്. പിന്നെന്താ ഒരു ഈവനിങ് ടൈമാണ്. ഇപ്പം ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഫീൽ ലൈക്ക് ഈവനിങ്. കറക്റ്റ് ടൈം പറയുവാണെങ്കിൽ 10 മണി. ഇപ്പം ടൈം 10 മണി. 10 മണി. ഇപ്പം എന്നെ വണ്ടി ഇടിച്ചോണ്ട് പോയനെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ബട്ട് ആക്ച്വലി നമ്മൾ അത്യാവശ്യം സ്പേസ് ഇട്ടാണ് നിന്നത്. അമ്മൂമ്മക്ക് കെയറിങ് കൂടിയതാ, പക്ഷെ നന്നായി. ലൈക്ക് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൈ ട്രാമിൻ്റെ മുമ്പിൽ ഇരുന്നേ, ഫോണൊക്കെ തെറിച്ച് ട്രാം കൊണ്ട് പോയി. അമ്മ സ്നേഹത്തോടെ ചെയ്തതാട്ടോ. അതെ, ഓക്കെ. അപ്പം നമ്മൾ ട്രാമാട്ടോ, ട്രാമിൽ കയറി പോവാ. ആ അമ്മൂമ്മയാണ് ഇത് രക്ഷിച്ചത്. ഇത്
ഇത് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയ ഫ്ലവേഴ്സാണ്. അപ്പം എന്നോട് എടുത്തോളാൻ പറഞ്ഞു, പക്ഷെ മോശമല്ലേ, അവന് ഗ്രാജുവേഷന് കിട്ടിയതല്ലേ. അപ്പം എൻ്റെ ഗ്രാജുവേഷന് എല്ലാവരോടും ഞാൻ ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരുമായിരിക്കും, ആദ്യം ഗ്രാജുവേഷൻ കഴിയട്ടെ. ഏതായാലും ഇവിടെ നിന്ന് അടുത്ത ഒരു 6 months പിന്നെ പറയാം. 6 months കഴിയുമ്പോൾ ഇവളുടെ ഗ്രാജുവേഷൻ ഉണ്ടാവും, നമുക്ക് അതിന് പോവാട്ടോ. ഇല്ലല്ലോ, അതെന്താ നോക്കോ, അവള് പൊട്ടുന്നാണ് അവള് തന്നെ പറയുന്നത്. ബട്ട് R2 ആണ്. കോഴ്സ് ഏതായിരുന്നടാ? മാസ്റ്റേഴ്സ് എക്കണോമിക്സ് ആണ്. അവള് 3rd semester ആയി. 3rd semester ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാസ്സാവേണ്ടതാണ്. ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഗതി മനസ്സിലാവും. അവള് 3rd semester പാസ്സായി, ഫുൾ പാസ്സായി. ഇനി 4th semester കൊണ്ടാണ്. സോ I think she will definitely pass on this year. Finger crossed. Okay, so നമ്മളിപ്പോൾ പോവാൻ വീട്ടിലോട്ട് ഒരു 3 stop അപ്പുറയാണ് നമ്മുടെ റൂം. വലിയ ടൈമൊന്നും എടുക്കില്ല വീട്ടിലെത്താൻ. പിന്നെന്താ, പിന്നൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് തീർന്നു. ഗ്രാജുവേഷൻ വ്ളോഗ് തീർന്നു. ഓക്കെ, ബൈ. ടാറ്റ പറ. നമ്മള് ട്രാമിൽ കയറി നേരെ വീട്ടിൽ നടക്കുക. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. നമ്മൾ വന്ന ട്രാം ഒരു 500 meter അപ്പുറയാണ് നിർത്തുന്നത്. സോ ആ സ്റ്റോപ്പിൽ ഇറങ്ങി വേണം നമുക്ക് അടുത്ത ട്രാം പിടിച്ച് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ 10 minute ഉണ്ട് അടുത്ത ട്രാം വരാൻ വേണ്ടിയിട്ട്. 10 minute അവിടെ തണുപ്പത്ത് അടുത്ത ട്രാം നോക്കി നിൽക്കണേക്കാൾ നല്ലത് നമുക്ക് നടന്നാൽ ഒരു 5 minute എന്നാണേലും വീട്ടിലെത്താം. അപ്പോൾ ഞാൻ അവിടുന്ന് നടന്നു തന്നെ പോവാം. അങ്ങനെ അവിടുന്ന് പോന്നു. ഇനി നേരെ വീട്ടിൽ ചെല്ലാം, കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. ഓൾറെഡി ഡിന്നറൊക്കെ കഴിച്ചല്ലോ. ഇപ്പം സമയം കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഇവിടെ 10 മണിയായി. സ്കൈ നോക്ക്, 10 മണിയിലൊക്കെ സ്കൈ ആണ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്തൊരു വ്ളോഗ്, അടുത്ത എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഇതുപോലെ വ്ളോഗൊക്കെ എടുത്ത് നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. സോ ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്നെനിക്കറിയാം, ടിപ്പിക്കലാണെന്നറിയാം, എന്നാലും ഞാൻ പറയാണ്. ഓക്കെ, സോ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, പറയുക നിങ്ങൾക്ക് എന്താ കാണാൻ താല്പര്യമുള്ളത് പറയുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നാട്ടിലുള്ള എല്ലാവരെയും കാണിക്കണം. ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റുന്ന എല്ലാവരെയും കൊണ്ടുവരണം, പഠിക്കാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ആണ് എൻ്റെ ആഗ്രഹം. അവർ പോയി, അവരെല്ലാവരും ഓരോരോ സ്റ്റോപ്പിലിറങ്ങി വീട്ടിൽ പോയി. ഞാനിപ്പം ഒരു 5 minute വീടെത്തും. പിന്നെ എനിക്ക് വീഡിയോസിനൊക്കെ ഭയങ്കര റെസ്പോൺസ് കിട്ടുന്നത് നല്ല സന്തോഷമുണ്ട് കാണാൻ. കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ട്, കുറേ പേര് മെസ്സേജ് അയച്ച് കൊള്ളാം ഇതുപോലെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറഞ്ഞു. എനിക്ക് എങ്ങനെ സന്തോഷം പറയണമെന്ന് അറിയത്തില്ല. ബട്ട് എന്താണേലും കമൻ്റ് ഇടുന്നവരോട് എനിക്ക് ഇത്ര പറയാനുള്ള കാര്യം. സോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഒരു കമൻ്റ് ഇടാനാണെങ്കിലും എഫേർട്ട് ഇടാണ്ട് കമൻ്റ് ഇടാൻ പറ്റില്ല. ഒരു എഫേർട്ടോ അല്ലെങ്കിൽ ഒരു 1 minute എങ്കിലും അതിന് സ്പെൻഡ് ചെയ്യാണ്ട് ഒരു കമൻ്റ് ഇടാൻ പറ്റില്ല. സോ അങ്ങനെ കമൻറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദി. നല്ല കമൻസും ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കുറേ താങ്ക്സ്. പിന്നെ എന്താ, വീഡിയോസ് കാണണം എല്ലാവരും. കമൻറ്റ് എന്താണേലും പറയണം. അതിപ്പം ബാഡ് കമൻസ് ആണെങ്കിലും എന്തെങ്കിലും മോശം നിങ്ങൾക്ക് തോന്നുവാണേലും പറയണം. എനിക്കെല്ലാം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.